ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 300-ലധികം സീറ്റുകൾ നേടി രാജ്യത്ത് അധികാരത്തിലേറുമെന്ന് കെപിസിസി ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ താജുദ്ദീൻ കാട്ടൂർ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും പാർട്ടിക്ക് 130 മുതൽ 150 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഡൽഹിയിൽ 4 സീറ്റുകൾ ഞങ്ങൾ നേടും. കർണാടകയിൽ 19 സീറ്റിലധികം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ 20 സീറ്റും UDFന് നേടാനാകും. തമിഴ്നാട്ടിൽ 38 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. തെലങ്കാനയിൽ 10 സീറ്റിന് മുകളിൽ കോൺഗ്രസിന് നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണമെന്നാണെന്നും BJPയുടെ ഭരണത്തിൽ ജനങ്ങൾ മടുത്തുവെന്ന് CRDC ജനറൽ സെക്രട്ടറി ഇസ്മയിൽ അരൂറും പ്രതികരിച്ചു. വിലവർധനയടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ വീണ്ടും മോദി സർക്കാർ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഗോദി മീഡിയകൾ പൈസ വാങ്ങി നടത്തുന്ന പ്രചരണങ്ങളാണ് ഇതൊക്കെ. അടിത്തട്ടിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ജനങ്ങൾക്ക് BJPയുടെ ഭരണം മടുത്തുവെന്നാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 4-ന് ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം നേടി അധികാരം പിടിക്കും. ഞങ്ങൾ 6 മാസം മുൻപ് തന്നെ CRDCക്ക് കീഴിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യത്തിൽ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി AICC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. മാത്രമല്ല, എല്ലാ സ്ഥലത്തും പോയി മത്സരിക്കാതെ നിശ്ചിത സ്ഥലത്ത് മാത്രം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തി. മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകി. വലിയ വിട്ടുവീഴ്ച തന്നെ കോൺഗ്രസ് നടത്തി. ഇതെല്ലാം വിജയം കാണുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളത്തിൽ UDF 20 സീറ്റും നേടി ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം പാർലമെന്റിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ BJP ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടുമെന്ന് പ്രവചിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കറും എത്തിയിരുന്നു. പല സംസ്ഥാനങ്ങളിലും BJPയുടെ പരമ്പരാഗത കോട്ടയല്ലാത്ത ഇടങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്നതായി ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എത്ര സീറ്റ് നേടുമെന്ന കാര്യത്തിൽ പ്രവചനത്തിനില്ല. എന്നാൽ BJPയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ്. ജനങ്ങളുമായി സംവദിക്കാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് സാധിച്ചു. അതുകൊണ്ട് BJPക്കുള്ള പിന്തുണ വർദ്ധിച്ചുവെന്ന് പറയാനും സാധിക്കും. ഭരണത്തിന് അനുകൂലമായ വികാരമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അത് കാണാനും കഴിയും. കഴിഞ്ഞ വർഷം പലതവണ കേരളത്തിൽ പോയിരുന്നു. തെലങ്കാനയും സന്ദർശിച്ചിരുന്നു. ഇതൊന്നും BJPയുടെ പരമ്പരാഗത കോട്ടയല്ല. പക്ഷേ ഇവിടെയെല്ലാം BJP പ്രവർത്തകരിൽ വലിയ ഊർജം കാണാൻ സാധിച്ചുവെന്നും ജയശങ്കർ എടുത്തു പറഞ്ഞു. 370 എന്നത് മുദ്രാവാക്യം മാത്രമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നമ്പർ വെറുതെ പറഞ്ഞതല്ല. അതിലേക്ക് ഞങ്ങൾ എത്തും. ചില സംസ്ഥാനങ്ങളിൽ മുൻപുള്ള പോലെ തന്നെ BJP കരുത്തു കാണിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിക്കുമെന്നാണ് ജയശങ്കറിന്റെ വാദം.